കൊല്ലം പുനലൂരിൽ ദുരൂഹ സാഹചര്യത്തിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുനലൂർ സ്വദേശി ഷിനുവിന്റെ മൃതദേഹമാണ് തോട്ടിൽ നിന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കെവിൻ കൊലക്കേസിൽ ആദ്യം പ്രതി ചേർക്കപ്പെട്ട ആളായിരുന്നു മരിച്ച ഷിനു. പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയത്. ഷിനു താമസിച്ചിരുന്ന പുനലൂർ കോളേജ് ജംഗ്ഷൻ സമീപമുള്ള ഫ്ളാറ്റിന് സമീപത്തെ തോട്ടിലാണ് മൃതദേഹം കിടന്നിരുന്നത്. പുലർച്ചെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഫ്ളാറ്റിന് മുകളിൽ നിന്ന് മദ്യക്കുപ്പികളും ഷിനു ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും പോലീസ് കണ്ടെത്തി. മദ്യപിച്ച് ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹത്തിന്റെ പല ഭാഗത്തും മുറിവേറ്റ പാടുകളുണ്ട്. മുറിവുകൾ വീഴ്ചയിൽ പറ്റിയതാണോ എന്നും പരിശോധിക്കുന്നുണ്ട്. കെവിൻ കൊലക്കേസിൽ ഷിനുവിന് മുൻപ് പോലീസ് പ്രതി ചേർത്തിരുന്നെങ്കിലും കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ഇയാളുടെ മൂത്ത സഹോദരൻ ഷാനു ഈ കേസിൽ പരോളിലാണ്. ഷിനുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി. ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.